വളരെ റെയർ ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തേത്. നിങ്ങൾ പലപ്പോഴും ഈ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴക്കൂമ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? സാധാരണ വീട്ടിൽ വാഴക്കൂമ്പ് വെച്ച് തോരൻ ഉണ്ടാക്കുന്ന സാധാരണ അത് മാത്രമാണ് യൂഷ്വലി ഉണ്ടാക്കാറുള്ളത് അല്ലേ? എന്നാൽ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി തികച്ചും വ്യത്യസ്തമാണ്. ഇത് ഒരു നോൺ വെജ് ഐറ്റം കൂടെ ചേർത്തിട്ടാണ് ഞാനിന്ന് വാഴക്കൂമ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. വാഴക്കൂമ്പാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എങ്കിലും ചിക്കൻ കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മളൊരു നല്ല റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഹെൽത്തി ആയിരിക്കണം, അറ്റ് ദ സെയിം ടൈം ടേസ്റ്റിയും ആയിരിക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് എനിക്ക്. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ഈ വാഴക്കൂമ്പിന് ഒരു വലിയ രുചിയുള്ള ഒരു സംഭവമല്ല, ചെറിയ ഒരു ബ്ലാൻഡ് ടേസ്റ്റാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, ചിലർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പം ഇതിനെ ടേസ്റ്റ് വരുത്താൻ എന്താണ് ഒരു മാർഗം, അങ്ങനെയാണ് എനിക്ക് ചിക്കനിൻ്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ. അപ്പം ഞാൻ ചിക്കൻ വേവിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ മിക്സിയിലൊന്ന് ഒതുക്കിയെടുത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അപ്പോഴത്തേക്ക് അത് ഇളകി കിട്ടി, ഷ്രെഡ് ചെയ്ത് കിട്ടി. അതും പിന്നെ മറ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു നല്ല ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഇതും ഹൈലി ഫാറ്റ് ബേണിംഗ് റെസിപ്പിയാണ്. അതായത് വാഴപ്പിണ്ടിയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര കൂടുതലാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ആമാശയത്തിന് മൈക്രോഫ്ലോറ, ഞാൻ എപ്പോഴും മൈക്രോഫ്ലോറയുടെ കാര്യം പറയില്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖം വരുന്ന മൈക്രോഫ്ലോറ നഷ്ടപ്പെടുമ്പോഴാണ്. ഇത് കീഴ്വായു കൂടുതൽ കീഴ്വായുവിൻ്റെ ശല്യം ഉണ്ടാവുന്നതും അതോടൊപ്പം തന്നെ ദഹന പ്രക്രിയ താളം തെറ്റുന്നതും എല്ലാം ഈ മൈക്രോഫ്ലോറ പോകുമ്പോഴാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈക്രോഫ്ലോറ നമുക്ക് നന്നായിട്ട് ഇത് ഈ വാഴപ്പിണ്ടി കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭ്യമാവും. മലശോധന നന്നായിട്ടുണ്ടാവും. മലബന്ധമുള്ളവർക്കൊക്കെ ഐഡിയലായിട്ടുള്ളൊരു കാര്യമാണ് വാഴപ്പിണ്ടി എന്നാണ് വായിൽ വരുന്ന വാഴക്കൂമ്പ്. വാഴപ്പിണ്ടി അതുപോലെ ഗുണമാണ്. ഇപ്പം വാഴപ്പിണ്ടിയേക്കാളും ഗുണമാണ് വാഴക്കൂമ്പിൽ. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് പ്രോട്ടീൻ കണ്ടൻറ്റും കൂടുതലുണ്ട്. നാരുകൾ മറ്റേതിനും ഏകദേശം ഒരുപോലെയാണ്. പിന്നെ ഇതിനകത്തുള്ള ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് വളരെ വ്യത്യാസമാണ് മറ്റേതിനേക്കാൾ. ഇതിന് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റ്, അതായത് നമ്മളുടെ കരളിനെ സംരക്ഷിക്കുന്ന ഗുണങ്ങൾ ഇതിനേറെയുണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ, കോളോൺ ക്യാൻസറിന് നന്നായിട്ട് പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. പിന്നെ കിഡ്നിയുടെ ഫങ്ഷന് നല്ലതാണ്, ഇമ്മ്യൂണിറ്റിയെ കൂട്ടും. അങ്ങനെ വളരെയധികം വെയിറ്റ് കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഏറെ നല്ലതാണ്. കാരണം ഇതിനകത്തുള്ള നാരുകൾ സോലുബിളും ഇൻസോലുബിളും ഫൈബറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ശരിക്കും പറഞ്ഞാൽ, അതുപോലെ തന്നെ ചിക്കനും നല്ലത് തന്നെയാണ്. നല്ല ഓർഗാനിക് ചിക്കൻ ആയിരിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ഓർഗാനിക് ചിക്കൻ ആണെങ്കിൽ ചിക്കനകത്ത് വളരെയധികം പ്രോട്ടീനുണ്ട്. 50% പ്രോട്ടീനാണ്. അതുപോലെ കലോറിഫിക് വാല്യൂവിൽ 200-250 നിൽക്കും ചിക്കൻ. അതേസമയം നമ്മുടെ അരിയാണെങ്കിലോ 375 കലോറി വരും 100 ഗ്രാമിൽ. അപ്പോൾ തീർച്ചയായും ചിക്കൻ തന്നെയാണ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ തന്നെ നല്ലത്. അതുപോലെ ഷുഗർ കുറയ്ക്കാനും ഏറെ നല്ല ഒരു വിഭവം തന്നെയാണ് ചിക്കൻ. അപ്പം അത് രണ്ടും കൂടെ ഉള്ളൊരു മോസ്റ്റ് ഐഡിയൽ കോമ്പിനേഷനാണ് ഞാനിപ്പം ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാഴക്കൂമ്പ് കൊത്തിയരിഞ്ഞ് ഇതിനകത്തൊരു ചെറിയൊരു അതിനകത്തൊരു നാര് പോലൊരു സംഭവമുണ്ട്, അതിനെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അതിങ്ങനെ ചുറ്റി എടുക്കുക. അതിങ്ങനെ കൈ കൊണ്ട് ചുറ്റി അത് ശരിക്ക് പെട്ടെന്ന് തന്നെ അത് ശരിയായി വരും. അത് മുറിക്കുന്ന സമയത്ത് തന്നെ അത് ചുറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് നാര് കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതോടൊപ്പം ചിക്കൻ നന്നായിട്ട് വേവിച്ച് ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. വേവിച്ച് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇത് ഏകദേശം 100 ഗ്രാം ഉണ്ട്. ഇതൊരു 200 ഗ്രാമിനടുത്ത് ഈ വാഴപ്പിണ്ടി കൊത്തി അരിഞ്ഞതുണ്ട്. പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് തേങ്ങാപ്പീര, അത് പിന്നെ കുരുമുളക് പൊടി, പെരിഞ്ജീരകം, പിന്നെ വെളുത്തുള്ളിയുണ്ട്, ചുവന്നുള്ളിയുണ്ട്, ഉപ്പുണ്ട്, കുറച്ച് മുളക് പൊടിയുണ്ട്, പിന്നെ എണ്ണ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ചേരുവകൾ. ഇത് നമുക്ക് തയ്യാറാക്കാൻ ആവശ്യമായ ചേരുവകൾ. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന ഈ ചേരുവകളെല്ലാം കൂടെ, അതായത് തേങ്ങ, പെരിഞ്ജീരകം, ഉള്ളി, ഇങ്ങനെയുള്ള എല്ലാം ഒരുമിച്ച് ഒന്ന് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുകയാണ്. ഈ കൂട്ട് ഇതിനകത്തോട്ടിട്ട് ഒന്ന് കടുവറുക്കുകയോ അല്ലെങ്കിൽ ചുമ്മാതെ എണ്ണ ഒഴിച്ചിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സ് ചെയ്തൊന്ന് അടച്ചു വെച്ചെടുക്കണം. ഓക്കെ, വേവിച്ചെടുക്കുക, അത്ര തന്നെ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയും. അപ്പം എങ്ങനെയാണ് പാചകമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എണ്ണ ഒഴിക്കാം.
ഈ അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് മറ്റുള്ള ചേരുവകൾ ചേർക്കാം. കറിവേപ്പില ഇടാം. അരപ്പ് ചേർക്കാം. വാഴക്കൂമ്പ് അരിഞ്ഞത് ചേർക്കുന്നു. ഉപ്പ് ചേർക്കാം. ശേഷം വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കും. ലേശം കുറച്ചൊന്ന് വാഴക്കൂമ്പിന് ലേശം വേവുണ്ടല്ലോ, നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ചേക്കാം. വാഴക്കൂമ്പ് ഒരുവിധം റെഡി ആയിട്ടുണ്ട്, വേവ് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ ചേർക്കാം. പാചകം തീർന്നു. ആ ഒരു 10 മിനിറ്റ് മാക്സിമം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ടൈമുണ്ട്, അത് നമ്മൾ വിചാരിച്ച് നമ്മൾ ചെയ്തല്ലേ പറ്റൂ. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ ഇപ്പം വെജിറ്റേറിയൻസൊക്കെ വിഷമിച്ചിരിക്കുകയായിരിക്കും, ഇതൊക്കെ ചിക്കനൊക്കെ തന്നിട്ട് ഞങ്ങൾ എന്തോ ചെയ്യുമെന്ന്. ഒന്നും വിഷമിക്കേണ്ട. നിങ്ങൾക്കിതിന് പകരം പയർ, അത് സാധാരണ ചെയ്യുന്നതാണ് എല്ലാവരും. വാഴക്കൂമ്പിനോടൊപ്പം പയർ ചേർക്കുക. പയറോ അതല്ലെങ്കിൽ കടല, നല്ലതാണ്. ഇവിടെ കടല എന്ന് പറയുമ്പോൾ വലിയ കടലയല്ല, അല്ലാതെയുള്ള ശരിക്കും പീസായിട്ട് കിട്ടുമല്ലോ, തൊലി പോയ കടല കഷ്ണങ്ങൾ, ആ കടല നല്ലതായിരിക്കും ചേർക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന് നല്ലതാണ്. പിന്നെ പയറും ഇതെല്ലാം തന്നെ മുളപ്പിച്ച് ഉപയോഗിക്കും, അത് വളരെ ടേസ്റ്റിയാണ്. കടലയൊക്കെ മുളപ്പിച്ചതിനകത്ത് ചേർത്താലുണ്ടല്ലോ ഭയങ്കര രുചിയാണ്. അപ്പോൾ അത് നിങ്ങളങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വയ്ക്കാം ചിക്കന് പകരം. ഓക്കെ, എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല രുചിയുണ്ട് കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. അപ്പം ഈ വാഴക്കൂമ്പാന്ന് പറയുകയില്ല. വാഴക്കൂമ്പിൻ്റെ ഒരു ഫ്ലേവറും തോന്നില്ല, ചിക്കൻ്റെ ആ ഫ്ലേവറാണ് മുമ്പ് നിൽക്കുന്നത്. നമ്മുടെ അരപ്പ്, പെരിഞ്ചീരകവും കുരുമുളക് പൊടിയൊക്കെ ചേർത്തതിൻ്റെ ഒരു നല്ല മണം സൂപ്പറായിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് പറയുകയല്ലേ, സൂപ്പർ. നിങ്ങൾ ചിരിക്കും ഇത് കേട്ടിട്ട്. ഡോക്ടറെ കൊള്ളാമല്ലോ, എന്ത് പറഞ്ഞാലും സൂപ്പറാണ്, നല്ലതാണ്, എക്സൈറ്റിംഗ് ആണ്. നിങ്ങൾ ഒന്ന് വേറെയൊക്കെ നോക്കാം, അപ്പോൾ അറിയാം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ഈ വാഴക്കൂമ്പൊക്കെ ഒരു കുട്ടികളും കഴിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലുള്ള മാസ്കിങ് ദ പ്രോഡക്റ്റ് എന്ന് പറയും, ഈ ടെക്നിക്സ് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലബന്ധം. അപ്പോൾ അതിന് അടിപൊളി. അതുപോലെ തന്നെ ഈ കീഴ്വായു ശല്യം, അത് ഇപ്പം ഈ കീഴ്വായു ശല്യം എന്ന് കാണുമ്പോഴേ ആൾക്കാർക്ക്
ചിരിയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളൊരു ടോപ്പിക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഞാൻ സത്യം പറഞ്ഞാൽ അതും കൂടെ നോക്കിയാണ് ഞാനിത് ഈ വാഴക്കൂമ്പ് എടുത്തതും ഈ ഒരു റെസിപ്പി എടുത്തത്. നമ്പർ 1 ആണ്. പിന്നെ ഒരു കാര്യം, ഈ ഭയങ്കരമായിട്ട് ദഹനക്കേട് ചിലർക്കാണെങ്കിൽ ഇത് ഫൈബർ കണ്ടന്റ് കൂടുതലാണ്. അപ്പോൾ ദഹനക്കേട് വരാതിരിക്കാനാണ് ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഈ ചിക്കനും ഒക്കെ കൂടെ ചേർത്ത് ഈ രീതിയിലേക്കൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ന്യൂട്രീഷണൽ പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എല്ലാവരും തയ്യാറാക്കി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം.